ഈ ഒരു വിഷയം പറഞ്ഞുകൊണ്ട് വിളിച്ചു വരട്ടാനും ഈ ദിയ സുനയെ പോലെ തെറി വിളിക്കാനും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും വിചാരിക്കരുത്. അങ്ങ് തരിഞ്ഞാൻ അത്രയേ ഉള്ളൂ. ഈ 3rd ഡിഗ്രി ആണെങ്കിൽ 3rd ഡിഗ്രി, 1st ഡിഗ്രി ആണെങ്കിൽ 1st ഡിഗ്രി, ഏത് ഡിഗ്രിയിലാണെങ്കിലും ഷെഫീന അത് അങ്ങോട്ട് തരും. അതിനകത്തൊരു മാറ്റവും ഇല്ല. നൂറയും ആദിലയും ചെയ്തത് ഒരു കുടുംബത്തിലും ചെയ്യാൻ സാധിക്കുന്ന കാര്യമല്ല. ഒരിടത്തും 90% ആൾക്കാരും ഇത് അംഗീകരിക്കത്തില്ല. ചീഞ്ഞ പുരോഗമനവാദം, ഫ്രീ സെക്സ്, പാലത്തിന്റെ അടിയിലെ സെക്സ്, ഇതൊക്കെ ആഗ്രഹിക്കുന്നവർ അംഗീകരിക്കുമായിരിക്കും. അത്തരക്കാരെ ഞാൻ ഇനിഷ്യേറ്റീവ് ചെയ്യുന്നുമില്ല. ഞാൻ അവരെ കുറിച്ചല്ല പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്തോ ഞൊണ്ണൊക്കെയാണ് ഇങ്ങോട്ട് തള്ളി കയറുന്നേ, ആടിക്കാൻ വയ്യടി, വയ്യടാ, അതുകൊണ്ടാണ് വയ്യടാടി, അതുകൊണ്ടാ കേട്ടോ. പിന്നെ ഡാഡി എന്ന് വിളിച്ച പിതാമഹൻ എന്ന് പറയും, പറയാൻ പറ്റത്തില്ലല്ലോ. ഏതായാലും സ്വന്തം അസ്തിത്വം നഷ്ടപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു ലെവലിൽ പോയി മറ്റൊരു കാറ്റഗറിക്കൊപ്പം നിൽക്കുകയാണെങ്കിൽ അവർക്കൊപ്പം തന്നെ നിൽക്കുക. ഞങ്ങൾക്കിടയിലേക്ക് വന്ന് വിഴകാൻ നിൽക്കേണ്ട. ഞങ്ങളിൽ നിന്ന് വ്യത്യസ്തരാണ് നിങ്ങൾ. അപ്പൊ ആ വ്യത്യസ്തതയോട് നിങ്ങൾ അവിടെ നിൽക്കാം. നിങ്ങൾക്ക് കൂട്ടായ്മയും തേങ്ങാക്കൊലയൊക്കെ ഇല്ലേ, അവിടെ നില്ലേ. ഇതിനകത്തൊന്ന് വരയാൻ നിൽക്കേണ്ട. കാരണം നിങ്ങളെ ഇതിനകത്ത് കയറ്റിയാൽ ഇവിടെ ഉള്ളവർ കൂടെ തലതിരിയും. അത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. എന്റെ വീട്ടിലേക്കോ എന്റെ കുടുംബത്തിലേക്കോ എന്റെ ഫ്രണ്ട് സർക്കിളിലേക്കോ ഞാൻ നിങ്ങളെ കയറ്റണമോ വേണ്ടയോ എന്നുള്ളത് എന്റെ അവകാശങ്ങൾ. ഇപ്പോഴും എന്റെ അവകാശം ചോദ്യം ചെയ്യാൻ നിങ്ങൾ ആയിട്ടില്ല. പിന്നെ റിയാക്ഷൻ വീഡിയോ ആണ് ചെയ്യുന്നത്, അതെന്റെ അത് ഞാൻ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. അതിനകത്ത് ഞാൻ ഒരു മോശവും പറഞ്ഞിട്ടില്ല. ഒരു LGBTQ ഞാൻ എടുത്തു വെച്ച് ഉണ്ടാക്കിയില്ല. ഈച്ച് ആൻഡ് എവറി വൺ സ്പെഷ്യൽ കാറ്റഗറിയാണ്. അവിടെ ഫൈസലിക്കായുടെ വീട്ടിൽ നടന്ന സംഗതിയെ ബേസ് ചെയ്ത് ഫൈസലിക്കായെ അപമാനിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എന്നുള്ളത് വാസ്തവമാണ്. അത് ഇനിയും പറയും. കാരണം അയാൾ കറക്റ്റാ പറഞ്ഞ, അയാൾ കുടുംബസ്ഥനാ, 3 കുട്ടികളുടെ അച്ഛനാ. അയാൾക്കറിയാം വീട്ടിലൊരു പെൺകുട്ടിയുണ്ട്. ഇതിനെയൊക്കെ എൻകറേജ് ചെയ്താൽ നാളെ മോള് ലെസ്ബിയൻ ആകുമ്പോഴേ അയാൾക്ക് കാര്യം പിടിയിട്ടുള്ളൂ. അത് അയാൾക്ക് തിരിച്ചറിവ് വന്നു, അയാൾ ആ തിരുത്തി, തെറ്റങ്ങോട്ട് തിരുത്തി. പിന്നെ നീയൊക്കെ ഇട്ട് വെല്ലുവിളിക്കാനും വിരട്ടാനും സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ തലേ കയറാൻ ചെന്ന എടി 35%. എടാ ഡിഡി 35%. 35%. അവർക്കറിയാം എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന്. ആ ശതമാനം ഇവിടെ നിൽക്കുന്നിടത്ത് ഒരു ഞൊണ്ണെ നടക്കാൻ പോകില്ല. മൊണ്ണകളെ ഒരു കുന്തോ നടക്കാൻ പോകുന്നില്ല. പിന്നെ നിന്റെയൊക്കെ ഇടയിൽ കിടന്ന് വിരഞ്ഞു കളിക്കുന്ന കുറെ എണ്ണം ഉണ്ട്. കമ്മ്യൂണിറ്റി അവഹേളിക്കാൻ വേണ്ടി മാത്രം അവിടെ പോയി നിൽക്കുന്നത്. നിന്റെ കമ്മ്യൂണിറ്റിയെക്കാളും കുറച്ചുകൂടെ ഡെപ്തിൽ, കുറച്ചുകൂടെ ആൾബാഹുല്യമുള്ള ഇപ്പുറത്തൊരു കമ്മ്യൂണിറ്റി ഉണ്ടെന്നുള്ളത് നീ മറന്നു പോകണ്ട. ആ കമ്മ്യൂണിറ്റി എന്റെ പിന്നിൽ നിൽപ്പുണ്ട്. അത് മതി, അത് ധാരാളമാണ്. അപ്പൊ മനസ്സിലായില്ലേ? ഇനി കമ്മ്യൂണിറ്റിയുടെ ഉണ്ടംപൊരിയും കൊണ്ട് ഇങ്ങോട്ട് വരരുത്. കൊട്ടാരക്കരത്തെ അനുഭവം ഓർമ്മയുണ്ടല്ലോ, ആടിച്ച് പൊട്ടിക്കും. തൂക്കിയിട്ടാടുന്ന സാധനമില്ല, അതിനകത്തായിരിക്കും അടി കിട്ടുക. വേറെ ഒന്നിനും കിട്ടത്തില്ല, അതിനകത്താണ് അടിക്കുക. ഞാൻ ടാർഗറ്റ് ചെയ്യുക അതിനകത്തായിരിക്കും. ആടിച്ച് പറിച്ച് നിന്നെ കൊണ്ട് തന്നെ തീറ്റിക്കും. മനസ്സിലായല്ലടി ഡാ, മനസ്സിലായല്ല? നേർത്തി പൊയ്ക്കണം, നാറി പോണ കാണാൻ വിളിച്ച.